സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുകയാണ്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയിപ്പ്. എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ കനത്ത വേനലിന് ആശ്വാസമായി വേനൽ മഴ എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള ചൂടിന് കുറവ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഉഷ്ണതരംഗ സാധ്യത അടക്കം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒഴിവാക്കിയിട്ടുമുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ പോയ പാലക്കാട് ജില്ലയിലെ താപനില ഇപ്പോൾ 38-39 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നടക്കം വലിയ രീതിയിലുള്ള മഴക്ക് തെക്കൻ ജില്ലകളിൽ സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം അടക്കമുള്ള ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താരതമ്യേന വലിയ മോശമല്ലാത്ത രീതിയിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തെക്കൻ ജില്ലകളിൽ. മാത്രമല്ല നാളെ വയനാട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വരുന്ന ദിവസങ്ങളിൽ മെയ് 3-ാം തീയതി വരെ, മെയ് 2-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത, അതായത് പരക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പരക്കെയായിട്ടും ജില്ലകളിൽ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് വലിയ രീതിയിലുള്ള ആശ്വാസം ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയും ഇടിമിന്നലിനുള്ള സാധ്യതയും അടക്കം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ചൂടിന്റെ ഒരു രീതിയിലുള്ള പല നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പല നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ മുൻകരുതലുകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ യെല്ലോ അലർട്ടിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഒരു കാറ്റിനെയും ഇടിമിന്നലിനെയും കൂടുതൽ ഗൗരവമായിട്ട് കാണണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. അത് വൈദ്യുതി ഉപഭോഗത്തിനടക്കം എത്രത്തോളം ഗുണകരമായി മാറുമെന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തുതന്നെയായാലും ചൂടിന് ആശ്വാസമായി വേനൽ മഴ സംസ്ഥാനത്തുടനീളം ഇന്നും വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.